പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനും പരിസ്ഥിതി സംരക്ഷണ രംഗത്തെ ശക്തമായ ശബ്ദവുമായ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. പൂനെയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ നിലപാടുകളും പരിസ്ഥിതി വികസന തുലനത്തെക്കുറിച്ചുള്ള വ്യക്തമായ സമീപനവും രാജ്യത്തിന്റെ പരിസ്ഥിതി നയരൂപീകരണത്തിൽ വളരെയധികം സ്വാധീനവും ചെലുത്തിയ അദ്ദേഹത്തിന് മെട്രോ 7 ന്യൂസിന്റെ പ്രണാമം. പരിസ്ഥിതി ശാസ്ത്രത്തിലും ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും ജീവിതകാലം മുഴുവൻ സമർപ്പിതനായിരുന്ന അദ്ദേഹം പഠന ഗവേഷണ രംഗത്തും പരിസ്ഥിതി പ്രസ്ഥാനത്തിലും അവിസ്മരണീയ സംഭാവനകൾ നൽകി. പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്ര സംഘടന നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം 2024 അദ്ദേഹത്തിന് ലഭിച്ചു. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കായിരുന്നു പുരസ്കാരം. രാജ്യം പത്മശ്രീ, പത്മഭൂഷൺ ബഹുമതികളും നൽകി ആദരിച്ചു. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് തുടക്കത്തിൽ കേരളത്തിൽ ഏറെ എതിർപ്പുകൾ നേരിട്ടെങ്കിലും 2018 പ്രളയത്തിനും പ്രകൃതിക്ഷോഭങ്ങൾക്കും ശേഷം സ്വീകാര്യത ലഭിച്ചു. വയനാട്ടിൽ 2024 ഉരുൾപൊട്ടൽ ദുരന്തം ക്വാറികളുടെ നിരന്തര പ്രവർത്തനവും പാറ പൊട്ടിക്കലും കാരണമാണെന്നാണ് പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ വിശേഷിപ്പിച്ചത്. കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരുന്നു. വന്യജീവികളുടെ ആക്രമണങ്ങളിൽ കർഷകർക്കൊപ്പമാണ് അദ്ദേഹം നിലയുറപ്പിച്ചത്. മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കാനുള്ള അവകാശത്തിന് വിരുദ്ധമായി വന്യജീവി സംരക്ഷണത്തിനു മാത്രം പ്രാമുഖ്യം നൽകുന്ന 1972 വന്യജീവി സംരക്ഷണ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി 7 രാത്രി പൂനെയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. മകൻ സിദ്ധാർത്ഥ ഗാഡ്ഗിലാണ് മരണവിവരം പുറത്തുവിട്ടത്. 83 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. സംസ്കാരം ജനുവരി 8 വ്യാഴാഴ്ച വൈകിട്ട് 4 നടക്കും. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ നിലപാടുകളും പരിസ്ഥിതി വികസന തുലനത്തെക്കുറിച്ചുള്ള വ്യക്തമായ സമീപനവും രാജ്യത്തിന്റെ പരിസ്ഥിതി നയരൂപീകരണത്തിൽ വളരെയധികം സ്വാധീനവും ചെലുത്തിയ അദ്ദേഹത്തിന് മെട്രോ 7 ന്യൂസിന്റെ പ്രണാമം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.